സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാകുന്നു. ആ വീഡിയോയിൽ ഒരു പെൺകുട്ടി ഒരു അന്യനായ പുരുഷനൊപ്പം ചില അസഭ്യമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് കാണാം. ഈ വീഡിയോ പതിയെ ഒരു യുവാവിൻ്റെ കയ്യിലെത്തുന്നു. വീഡിയോ കണ്ട ഉടനെ അവൻ ഞെട്ടിപ്പോകുന്നു. കാരണം ആ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടി അത് തൻ്റെ അയൽവാസിയായ ഒരു പെൺകുട്ടിയെ പോലെ തന്നെയാണെന്ന് അവൻ തിരിച്ചറിയുന്നു. സംശയത്തോടെ അവൻ ഉടൻ തന്നെ അയൽ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ആദ്യം അവൻ കണ്ടത് ആ പെൺകുട്ടിയുടെ അമ്മയായിരുന്നു. അമ്മയെ കണ്ട് അവൻ പറഞ്ഞു, ആൻറ്റി, ഈ വീഡിയോയിൽ കാണുന്ന ഈ പെൺകുട്ടി ഇത് നിങ്ങളുടെ മകളെ പോലെ തോന്നുന്നു. ഇത് കേട്ട അമ്മ ദേഷ്യത്തോടെ ആ ഫോൺ പിടിച്ചു വാങ്ങി വീഡിയോ കാണാൻ തുടങ്ങി. കാണുമ്പോൾ ആ അമ്മയ്ക്ക് ഞെട്ടൽ. ഉടൻ തന്നെ ആ ഫോണും എടുത്തുകൊണ്ട് തൻ്റെ മകളുടെ അടുത്തേക്ക് പോകുന്നു. മോളെ, ഒന്ന് നോക്ക്, ഇത് നിന്നെപ്പോലെ തോന്നുന്നില്ലേ? ഇത് നീ തന്നെയാണോ? അല്ലെങ്കിൽ നിന്നെപ്പോലെ മറ്റാരെങ്കിലും ആണോ? ഇത് കണ്ട ഉടനെ ആ പെൺകുട്ടി കരയാൻ തുടങ്ങുന്നു. അവൾ വിഷമത്തോടെ തൻ്റെ മുറിയിലേക്ക് ഓടുന്നു. വാതിലടച്ച് അകത്ത് പൂട്ടുന്നു. കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. പുറത്ത് ഈ അമ്മയും യുവാവും വല്ലാത്ത ആശങ്കയിൽ. അവർ വാതിൽ മുട്ടാൻ തുടങ്ങി. പക്ഷെ അകത്തു നിന്ന് ഒരു ശബ്ദവും ഇല്ല. അവർ വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. അവസാനം അയൽവാസികളിൽ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് വാതിൽ തകർക്കുന്നു. അകത്ത് അവർ കണ്ട കാഴ്ച അതെല്ലാവരെയും ഞെട്ടിപ്പിച്ചു. അവിടെ അതേ പെൺകുട്ടി നിലത്ത് വീണ് കിടക്കുകയാണ്. യാതൊരു ചലനവും ഇല്ല. വൈറലായ ഈ വീഡിയോയുടെ അപമാനവും വേദനയും സഹിക്കാനാകാതെ അവൾ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഇത് കണ്ട അമ്മയ്ക്കും അത് സഹിക്കാനായില്ല. ഒരല്പസമയം കഴിഞ്ഞ് അമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു വീഡിയോ ചില നിമിഷങ്ങൾക്കുള്ളിൽ 2 ജീവിതം നഷ്ടപ്പെടുത്തി. ഈ സംഭവം ആ പ്രദേശത്ത് മുഴുവനും പടരുന്നു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇവർക്ക് എന്താണ് സംഭവിച്ചത്? പിന്നീടാണ് ഒരു ഭയാനക സത്യം പുറത്തു വന്നത്. ഇത് ഒറ്റ കുടുംബത്തിൻ്റെ കഥയല്ല. ആദ്യം ഒരു വീഡിയോ മാത്രം. എന്നാൽ പിന്നീട് 40 പെൺകുട്ടികളുടെ വീഡിയോ വൈറലാകുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് വാർത്ത പടരുന്നു. ആ വീഡിയോയിലുള്ള പെൺകുട്ടികളെ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കുന്നു. വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളെ കുടുംബം തന്നെ ടോർച്ചർ ചെയ്യുന്നു. അവസാനം കേസ് പോലീസിലെത്തുന്നു. അന്വേഷണം തുടങ്ങുന്നു. പിന്നീട് പുറത്തു വന്ന സത്യം എല്ലാവരെയും ഞെട്ടിച്ചു. ഇതിന് പിന്നിൽ ഒരു സാധാരണക്കാരനായ ചെണ്ട പോലുള്ള താളവാദ്യം വായിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ ആ 40 പെൺകുട്ടികളുടെ വീഡിയോ അവൻ്റെ കയ്യിൽ എങ്ങനെ എത്തി? സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ കഥയുടെ തുടക്കം ബാർമർ എന്ന രാജസ്ഥാനിലെ ഒരു ജില്ലയിൽ നിന്നാണ്. അവിടെ താമസിച്ചിരുന്ന ഒരു യുവാവ്, അവൻ്റെ പേര് മുകേഷ് തമാമി. അവൻ ഒരു ചെണ്ട വായിക്കുന്നയാളായിരുന്നു. വിവാഹം, ഫങ്ഷൻസ്, ഇതിനൊക്കെ അവനെ വിളിക്കും. അവിടെ ചെന്ന് അവൻ തൻ്റെ സ്കിൽസ് എല്ലാം കാണിക്കും. അങ്ങനെ എല്ലാവരെയും ആകർഷിക്കും. പക്ഷെ ഇവൻ അങ്ങനെ ഒരു സാധാരണ താളവാദ്യം വായിക്കുന്ന ഒരാളല്ലായിരുന്നു. വളരെ ഷാർപ്പായ ബുദ്ധിയുള്ളവൻ. പുറമേ നോക്കുമ്പോൾ നിരപരാധിയായ ഒരു മനുഷ്യൻ, എന്നാൽ അകത്ത് വളരെ ഇരുണ്ട ചിന്തകൾ നിറഞ്ഞ ഒരാൾ. ഏത് വിവാഹത്തിന് പോയാലും അവൻ്റെ പ്രകടനം കണ്ടവർ അവൻ്റെ നമ്പർ വാങ്ങിക്കും. അങ്ങനെ കൂടുതൽ ഇവൻറ്റുകൾ അവന് കിട്ടാൻ തുടങ്ങി. എന്നാൽ ഇവിടെയാണ് ഒരു വലിയ തെറ്റ് നടക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ വായിക്കുന്നവരുടെ ചുറ്റും പെൺകുട്ടികളെല്ലാം ഇങ്ങനെ ഒത്തുകൂടാറുണ്ട്. ചില റീൽസൊക്കെ ഷൂട്ട് ചെയ്യും. ആ വീഡിയോസൊക്കെ വൈറലാകാറുമുണ്ട്. അതുപോലെ തന്നെ ഇവൻ്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാൻ തുടങ്ങി. എത്ര പേർ വിവാഹത്തിന് വിളിച്ചാലും അവൻ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നത് സമ്പന്ന കുടുംബങ്ങളെ മാത്രമായിരിക്കും. അവിടെ വലിയ ആളുകളും സമ്പന്ന കുടുംബങ്ങളും കാണും. കാലക്രമേണ അവൻ നിരവധി വിവാഹങ്ങളിൽ പങ്കെടുത്തതിലൂടെ അവനൊരു കാര്യം മനസ്സിലായി. പെൺകുട്ടികൾക്ക് എന്താണ് വേണ്ടത്, എങ്ങനെ അവരെ ആകർഷിക്കാം, എങ്ങനെ കൊടുക്കാം, എല്ലാം അവന് മനസ്സിലായി. അവൻ അത് പ്രയോഗിക്കാനും തുടങ്ങി. ഒരു വിവാഹ ചടങ്ങിനിടെ അവൻ ആ താളവാദ്യം വായിക്കുമ്പോൾ പെൺകുട്ടികൾ അവൻ്റെ ചുറ്റും കൂടിയിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയുമായി അവൻ്റെ കണ്ണുകൾ കൂടിച്ചേർന്നു. ആ പെൺകുട്ടി അടുത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ല രീതിയിൽ വായിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ നമ്പർ വേണം. ഞങ്ങളുടെ വീട്ടിലും ഒരു ഫംഗ്ഷൻ വരാനിരിക്കുകയാണ്, നിങ്ങളെ ബുക്ക് ചെയ്യണം, നമ്പർ തരാമോ എന്ന് പറഞ്ഞു. അവനും നമ്പർ കൊടുത്തു. അന്നത്തെ ആ ഫംഗ്ഷൻ അവിടെ അവസാനിച്ചു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് ഒരു ദിവസം ആ പെൺകുട്ടി അവനെ വിളിച്ചു. പക്ഷെ അവൻ ഫോൺ എടുത്ത ഉടനെ അവൾ ഫോൺ കട്ട് ചെയ്തു. വല്ലാത്ത നാണമായിരുന്നു അവൾക്ക്. ആ യുവാവ് പിന്നീട് അവളെ തിരിച്ചു വിളിച്ചു. ആരാണ് നിങ്ങൾ? എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നല്ലോ, ആരാണ് നിങ്ങളെന്ന് ചോദിച്ചു. അതിനവൾ മറുപടി നൽകിയത്, ഞാൻ ആ വിവാഹത്തിൽ നിങ്ങളെ കണ്ട പെൺകുട്ടിയാണ്, നമ്പരൊക്കെ വാങ്ങിയിരുന്നു. നിങ്ങളുടെ നമ്പർ ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്. അവിടെ നിന്നാണ് അവരുടെ സംഭാഷണം പതിയെ തുടങ്ങിയത്. അത് പിന്നീട് എന്തിലേക്ക് മാറും എന്ന് പറയേണ്ടതില്ലല്ലോ. അതാണ് ഈ കഥയുടെ ഏറ്റവും അപകടകരമായ ഒരു ഭാഗം. ഈ സമയം വരെ
ആ മുകേഷ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു താനടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇങ്ങനെ സമയം കടന്നുപോയി. ആ പെൺകുട്ടിയുമായി അവൻ്റെ സൗഹൃദം വളരെ ശക്തമായി. ഇതിനി കോളുകളിൽ മാത്രം ഒതുങ്ങിയില്ല. അവൻ വീഡിയോ കോളിൽ സംസാരിക്കാൻ തുടങ്ങി. ചില ദിവസങ്ങൾക്ക് ശേഷം മുകേഷ് ആ പെൺകുട്ടിയോട് പറഞ്ഞു, എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, നീ അത് നിറവേറ്റാമോ എന്ന്. ഒന്നും ചിന്തിക്കാതെ ആ പെൺകുട്ടി അതെ എന്ന് മറുപടി നൽകി. അതായിരുന്നു അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മുകേഷ് അവളോട് ചില സ്വകാര്യ കാര്യങ്ങൾ ഫോണിലൂടെ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതവൾ അനുസരിച്ചു. പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു മറുവശത്ത് എല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. പുറത്ത് നിരപരാധിയായി തോന്നപ്പെടുന്ന മുകേഷ് പക്ഷെ അകത്ത് വളരെ കണക്ക് കൂട്ടിയൊരു മനുഷ്യനായിരുന്നു. ചില ദിവസങ്ങൾക്കുള്ളിൽ അവൻ ആ പെൺകുട്ടിയെ പൂർണ്ണമായും തൻ്റെ കുടുക്കിൽ കുടുക്കി. ഒരു ദിവസം അവൻ ചോദിച്ചു, നിന്റെ വീട്ടിലിപ്പോൾ ആരൊക്കെ ഉണ്ട്? അവൾ പറഞ്ഞത്, ഞാൻ മാത്രം. ഇത് കേട്ട ഉടനെ മുകേഷ് ഒരു ചെറിയ കുപ്പി സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങി. അതിലെന്തോ ചേർത്തു, ആരും അറിയാത്തൊരു വസ്തു. അവൻ ആ ബോട്ടിലുമായി അവളുടെ വീട്ടിലേക്ക് എത്തി. അകത്ത് കടന്ന ഉടനെ വാതിലടച്ചു. സംസാരം തുടങ്ങി. സംസാരത്തിനിടെ അവൾക്ക് ആ ജ്യൂസ് കുടിക്കാൻ നൽകി. ചില നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ബോധം കെട്ട് വീണു. അവൻ ആ അവസ്ഥയെ ദുരുപയോഗം ചെയ്തു. മുകേഷ് അവളെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ തൻ്റെ ഫോൺ ഒരു ഭാഗത്ത് സ്ഥാപിച്ചു. വീഡിയോ റെക്കോർഡിംഗ് ആരംഭിച്ചു. ശേഷം അവൾക്ക് ബോധമില്ലാത്ത സമയത്ത് അവൻ എല്ലാം റെക്കോർഡ് ചെയ്തു. അവൾ അങ്ങനെ കിടക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം മുകേഷ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് അവൻ അവളെ വിളിച്ചു. എന്നിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ ആ പെൺകുട്ടി തകർന്നു പോയി. നിനക്കിത് എന്നോട് ചെയ്യാൻ എങ്ങനെ തോന്നി എന്നവൾ ചോദിച്ചു. പകരം മുകേഷ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. നീ എൻ്റെ വാക്കിനി കേട്ടില്ലെങ്കിൽ ഈ വീഡിയോസ് എല്ലാം വൈറലാകും. ഭയന്ന ആ പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല. അവൻ പണം ആവശ്യപ്പെട്ടു. അവൾക്കും മറ്റു മാർഗമില്ല. പണം നൽകാൻ തുടങ്ങി. എന്നാൽ ഇതോടെ കാര്യങ്ങളൊന്നും അവസാനിച്ചില്ല. കാലക്രമേണ മുകേഷിൻ്റെ ഈ പണത്തിനോടുള്ള ആർത്തി കൂടിക്കൂടി വന്നു. അവൻ വീണ്ടും വീണ്ടും അവളെ കാണാൻ നിർബന്ധിച്ചു. അവൾ ഭയന്ന് അവൻ്റെ വാക്കുകളെല്ലാം അനുസരിച്ചു. ഇതെല്ലാം വീഡിയോ പുറത്തു പോകുമെന്നുള്ളൊരു ഭയത്തിൽ മാത്രമായിരുന്നു. ഇതായിരുന്നു മുകേഷ് തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ചെയ്ത ഒരു കുറ്റം. പക്ഷെ പിന്നീട് അവന് മനസ്സിലായി ഇത് വളരെ എളുപ്പമുള്ളൊരു വഴിയാണ്. ഒരു വശത്ത് പണം ഒരുപാട് കിട്ടുന്നുണ്ട്, മറ്റൊരു വശത്ത് തൻ്റെ ഇഷ്ടങ്ങളും നിറവേറുന്നുണ്ട്. ഇതിനുശേഷം അവൻ ഇതേ തന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി. മറ്റു വിവാഹങ്ങളിലും ഇതേ രീതി ഉപയോഗിക്കാൻ തുടങ്ങി. 18-19 വയസ്സുള്ള കോളേജ് പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചു. നമ്പർ കൈമാറി. പിന്നീട് ആ പഴയ അതേ ട്രാപ്പ് തന്നെ. നോർമൽ കോൾ ചെയ്യുക, വീഡിയോ കോൾ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, പണം. ചില പെൺകുട്ടികൾ പണം നൽകാത്ത പക്ഷം അവൻ വ്യാജ ചിത്രങ്ങൾ സൃഷ്ടിച്ച് അവരെ ഭീഷണിപ്പെടുത്തി. ഇത് ഞാൻ നിന്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും, നിന്റെ ജീവിതം നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. ഭയന്നുപോയ പലരും അവൻ്റെ വാക്കിൽ കുടുങ്ങിപ്പോയി. കാലക്രമേണ മുകേഷിൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. വില കൂടിയ വസ്ത്രങ്ങൾ, ചിലവേറിയ ഷൂസ്, ആഡംബര ജീവിതം, ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും സംശയം തോന്നി തുടങ്ങി. ഇവൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സമ്പന്നനായത്? പക്ഷേ അവൻ്റെ ആ ഇരുണ്ട സത്യങ്ങൾ ആർക്കും അറിയില്ലായിരുന്നു. ഒരു ദിവസം മുകേഷിനെ വീണ്ടും ഒരു വിവാഹ ചടങ്ങിലേക്ക് വിളിച്ചു. അവിടെ അവൻ തൻ്റെ ഒരു സുഹൃത്തിനെയും കൊണ്ടുപോയി. ഇപ്പോൾ ഈ 2 പേരും ചേർന്ന് ആ മുഴുവൻ ഫംഗ്ഷനും ആഘോഷമാക്കി. ആ കൂട്ടത്തിനിടയിൽ മുകേഷിൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടി എത്തുന്നു. അവൾ വളരെ നിരപരാധിയും ഇന്നസെൻറ്റുമായ ഒരാൾ. അവളെ കണ്ട ഉടനെ തന്നെ മുകേഷിന് മനസ്സിലായി, ഇവളെയും എളുപ്പത്തിൽ കൊടുക്കാം. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാം. ഇതിനു മുൻപ് തന്നെ മുകേഷ് ഏകദേശം 40 പെൺകുട്ടികളെ തൻ്റെ കുടുക്കിൽ കുടുക്കിയിരുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടിയെയും അതേ ട്രാപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. വിവാഹത്തിനിടെ തന്നെ മുകേഷ് ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ച് ആ പെൺകുട്ടിയെ അവൻ്റെ വരുതിയിലാക്കി. പതിയെ അവളുമായി സംസാരിക്കാൻ തുടങ്ങി. അവിടെ തന്നെ അവരുടെ നമ്പറുകളും കൈമാറി. ശേഷം മുകേഷ് വീട്ടിലെത്തി. രാത്രിയിൽ അവളെ വിളിച്ചു. പതിയെ സംഭാഷണം അടുത്ത ഘട്ടത്തിലേക്ക് മാറി. വീഡിയോ കോളുകൾ തുടങ്ങി. ആദ്യ 2-3 ദിവസം സാധാരണ സംസാരം മാത്രം. പക്ഷേ 4-ാം ദിവസം മുകേഷ് വീണ്ടും അവൻ്റെ പഴയ തന്ത്രം ഉപയോഗിച്ചു. അവളോട് സ്വകാര്യ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവൾ വിശ്വാസത്തോടെ അതെല്ലാം അനുസരിച്ചു. വാട്സപ്പ് വീഡിയോ കോളിൽ അവൾ ചെയ്ത ഓരോ കാര്യവും മറുവശത്ത് മുകേഷ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം അവൻ ആ വീഡിയോസ് അവൾക്ക് അയച്ചു കൊടുത്തു. ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എൻ്റെ വാക്ക് കേട്ടില്ലെങ്കിൽ ഇത് വൈറലാകുമെന്നും പറഞ്ഞു. വീഡിയോ കണ്ടപ്പോൾ അവൾ തന്നെ തകർന്നുപോയി. ഇവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ആ പെൺകുട്ടി ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ ഭയം അവളെ മിണ്ടാതെയാക്കി. മുകേഷ് വീണ്ടും വീണ്ടും അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ തന്നെ എന്നെ കാണാൻ വരണമെന്നൊക്കെ അവളെ നിർബന്ധിപ്പിച്ചു. ഭയന്നുപോയ പെൺകുട്ടി അവനെ അനുസരിച്ചു. ഹോട്ടലുകളിൽ അവനെ കാണാൻ അവൾ പോയി. വീണ്ടും വീണ്ടും അവൾക്കുമേൽ അത്രമേൽ അതിക്രമങ്ങൾ നടത്തി. അതുമാത്രമല്ല, ആ സമയത്തും അവനെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. ഇതേ രീതിയിൽ, ഇതേ കുടുക്ക്.
40-ലധികം പെൺകുട്ടികളിൽ ആവർത്തിച്ച അതേ രീതി. അവരുടെ വീഡിയോസും പണവും എല്ലാം മുകേഷിന്റെ കൈകളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. പക്ഷേ വിധി ചിലപ്പോൾ എങ്ങനെ തിരിഞ്ഞു വരുമെന്ന് ആർക്കും പറയാനാകില്ല. ഒരു ദിവസം മുകേഷിന്റെ ജീവിതത്തിലും അങ്ങനൊരു നിമിഷം എത്തി. അവന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തി. അതിനൊപ്പം ഒരു ലിങ്കും. മെസ്സേജിൽ എഴുതിയിരുന്നത്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് 1000 ബോണസ് ലഭിക്കുമെന്ന്. ഇതിനകം തന്നെ പണത്തിന്റെ ഭ്രാന്തിൽ മുങ്ങിക്കിടന്നവൻ, വലിയ കുറ്റങ്ങൾ ചെയ്ത മുകേഷ് ഇതും പരീക്ഷിക്കാമെന്ന് കരുതി. അവൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അവൻ അറിയില്ലായിരുന്നു അവൻ തന്നെ ആ കുടുക്കിൽ പെടുകയാണെന്ന്. മറുവശത്തുള്ളയാൾ അവന്റെ ഫോൺ ഹാക്ക് ചെയ്തു. ചില ദിവസങ്ങൾക്ക് ശേഷം മുകേഷിന്റെ ഫോണിൽ നിന്നുള്ള എല്ലാ വീഡിയോസ് ഓരോന്നായി ലീക്കാകാൻ തുടങ്ങി. അവൻ ശേഖരിച്ചു വച്ചിരുന്ന എല്ലാ പെൺകുട്ടികളുടെ വീഡിയോസും അവന്റെ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോയി ജനങ്ങളിലേക്ക് പടർന്നു. ആദ്യമായി വൈറലായ ആ വീഡിയോയുടെ കഥ, അത് ഞാൻ ഇതിനകം പറഞ്ഞു ആമുഖത്തിൽ. അതൊരു കുടുംബത്തെ തന്നെ തകർത്തു. അമ്മയുടെയും മകളുടെയും ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെയും കാര്യങ്ങൾ അങ്ങനെ അവസാനിച്ചില്ല. വാർത്ത ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പടർന്നു. എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം മുകേഷിന് അറിയില്ലായിരുന്നു. അതിനിടെ ആ 40 പെൺകുട്ടികളിൽ ഒരാൾ ധൈര്യത്തോടെ പോലീസിനെ സമീപിച്ചു. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. ഇപ്പൊ പോലീസ് ഒരു പ്ലാൻ തയ്യാറാക്കി. ആ പെൺകുട്ടിക്ക് ഒരു നിർദ്ദേശം നൽകി, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവൾ മുകേഷിനെ എന്നിട്ട് വിളിച്ചു. ഇന്ന് ഞാൻ ഫ്രീ ആണ്, നമുക്കൊന്ന് കാണാമോ എന്ന് ചോദിച്ചു. മുകേഷിന് ഈ വീഡിയോസൊക്കെ ലീക്കായ കാര്യം അറിയാമായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും വരുമായിരുന്നില്ല. പക്ഷേ അവനെല്ലാം സാധാരണയാണെന്ന് കരുതി സമ്മതിച്ചു. അവൾ പറഞ്ഞ ഹോട്ടലിൽ അവനെത്തി. പക്ഷെ അവിടെ കാത്തിരുന്നത് ആ പെൺകുട്ടിയായിരുന്നില്ല, പോലീസായിരുന്നു. മുകേഷ് എത്തുന്ന മുറയ്ക്ക് അവനെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ അവനെല്ലാം സമ്മതിച്ചു. അവൻ്റെ മുഴുവൻ കുറ്റങ്ങളും പുറത്തു വന്നു. അങ്ങനെ ഭീകരമായ കഥ ലോകമറിഞ്ഞു, നമ്മളിലേക്ക് എത്തി. ഈ കഥയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. അറിയാത്ത ആളുകളുമായി ഫോൺ വഴിയും വീഡിയോ കോൾ വഴിയും സ്വകാര്യ കാര്യങ്ങൾ ഒരിക്കലും പങ്കിടരുത്. കാരണം മറുവശത്തുള്ള വ്യക്തി അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കൊരിക്കലും അറിയില്ലല്ലോ. ഇത് വെറുമൊരു കുറ്റകൃത്യത്തിൻ്റെ കഥ മാത്രമല്ല, ഇത് ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യമാണ്. അന്യരിൽ വിശ്വാസം വയ്ക്കുന്നത് എപ്പോഴും അപകടകരമാണ്. ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പരിചയപ്പെടുന്ന എല്ലാവരും അങ്ങനെ നല്ലവരാകണം എന്നൊന്നുമില്ല. ഒരു ചെറിയ വിശ്വാസം പോലും ജീവിതം മുഴുവനും ബാധിക്കാം. അതുപോലെ തന്നെ സ്വന്തം സ്വകാര്യ ചിത്രങ്ങളും വീഡിയോസും ആരോടും പങ്കിടരുത്, എത്ര അടുത്തവരാണെങ്കിൽ കൂടിയും. ഒരിക്കൽ അത് പുറത്തു പോയാൽ തിരികെ കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല. ഇനി അടുത്ത്, ഭീഷണിപ്പെടുത്തുന്നവർക്ക് വഴങ്ങി നിൽക്കുന്നത് ഒരിക്കലും പ്രശ്നം തീർക്കില്ല, പ്രശ്നം വീണ്ടും വളർത്തുകയുള്ളൂ. ശരിയായ വഴി ഉടൻ നമുക്ക് വിശ്വാസമുള്ള ആളെയും പോലീസിനെയും സമീപിക്കുക എന്നതാണ്. കൂടാതെ മുകേഷ് പോലുള്ള വ്യക്തികൾ, ഇങ്ങനെയുള്ള മനുഷ്യർ, ഈ പണത്തിനോടുള്ള ആർത്തിയുള്ള മനുഷ്യരെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കും. അതിൻ്റെ അവസാനം എപ്പോഴും നാശം തന്നെയായിരിക്കും. അടുത്തത് ടെക്നോളജി. ഇത് നല്ലതിനും മോശത്തിനും ഉപയോഗിക്കാൻ കഴിയും. ഈ വാട്സപ്പ് പോലുള്ള ആപ്പുകൾ ഉപയോഗപ്രദമാണ്, പക്ഷേ തെറ്റായ കൈകളിൽ അതൊരു ആയുധമായി മാറും. ഏറ്റവും അവസാനത്തെ കാര്യം, ലജ്ജയോ ഭയമോ കാരണം മിണ്ടാതിരിക്കുന്നത് എപ്പോഴും തെറ്റാണ്. പീഡനമോ ബ്ലാക്ക്മെയിലോ നേരിടുമ്പോൾ മിണ്ടാതിരിക്കാൻ പാടില്ല, സംസാരിക്കുക, സഹായം തേടുക. അതാണ് ജീവൻ രക്ഷിക്കുന്ന ഏക വഴി. അവസാനമായി, ഈ ഓൺലൈൻ ലോകം എത്ര ആകർഷകമാണോ അത്ര തന്നെ അപകടകരവുമാണ്. ഒരു ചെറിയ പിഴവ് അത് ജീവിതം മുഴുവനെയും മാറ്റിമറിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ്, യഥാർത്ഥ കഥകൾ, ക്രൈം സ്റ്റോറീസ് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.